ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മൂത്ത മോനായ അയാൾക്കില്ലാത്ത സ്നേഹവും കടപ്പാടും ഒന്നും ഇനി നീ ആയിട്ട് കാണിക്കാൻ നിക്കണ്ട. ഒളിച്ചോട്ടവും ദുരിതവും ഒക്കെ രണ്ടെണ്ണം സ്വയം അങ്ങ് അനുഭവിച്ചോട്ടെ. നീ പോയി നിന്റെ കാര്യം നോക്ക്. മതി. പ്രകാശനല്ലേ മനോജ്? മാധവനെ അവിടെ ഉയർത്തി കാട്ടിയിരിക്കുന്നു. രാജരക്തം ഒഴുകുന്ന എന്റെ ചന്ദ്രികാവർമ്മ തമ്പുരാട്ടി. മാധവനും ചന്ദ്രികയ്ക്കും ബാധ്യതയില്ല. മാധവനും ചന്ദ്രികയ്ക്കും ബാധ്യതയില്ല. മാധവനും ചന്ദ്രികയ്ക്കും ബാധ്യതയില്ല. അച്ഛമ്മേ, അഥവാ ഹലോ ജഗൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. എന്താ ജഗൻ, പ്രശ്നം വല്ലതും ഉണ്ടോ? അല്ല, ജഗൻ അങ്ങനെ വെറുതെ വിളിക്കാറില്ലല്ലോ. ഒരു പ്രശ്നമുണ്ട് സാർ. ഭാര്യയുടെ അച്ഛനും അമ്മയും മിസ്സിംഗ് ആണ് സാർ. മിസ്സിങ്ങോ? എപ്പോ മുതലാ? ഫോട്ടോ അയക്കേ, ഫുൾ ഡീറ്റെയിൽസും. ആ ശരി, ഞാൻ ഫോട്ടോ ഇപ്പോൾ അയച്ചേക്കാം. ഞാനിപ്പോൾ തന്നെ മെസ്സേജ് കൊടുക്കാൻ പറയാം. ജഗ, ടെൻഷൻ വേണ്ട. അവർ രണ്ടുപേരില്ലേ, നമുക്ക് കണ്ടുപിടിക്കാം. ശരി സാർ. വിഷമിക്കാതെ മുത്തശ്ശി, ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അച്ഛനെയും അമ്മയും കണ്ടുപിടിക്കാനുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. വിഷമിക്കണ്ട. സുചിത്രേച്ചി, രണ്ടുപേരുടെയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ വേണം. അത് മൊബൈലുണ്ടാവും. ഞാൻ ഇപ്പൊ തന്നെ ജഗന്റെ മൊബൈലിലേക്ക് അയക്കാം. ഉടനെ തിരിച്ചു വരും. മുത്തശ്ശി സങ്കടപ്പെടണ്ട. അവർ വേഗം തിരിച്ചു വരും. സുചിത്ര എടുത്തയാണല്ലോ. എന്തെങ്കിലും കാര്യമായ വിശേഷം അല്ലെങ്കിൽ ഏട്ടത്തെ എന്നെ വിളിക്കാറില്ല. നോക്കാം. ഹലോ ഏട്ടത്തി, എന്തിനാ വിളിച്ചേ? അവിടെ വിശേഷം വല്ലതും ഉണ്ടോ? മനോജ്, അച്ഛനും അമ്മയും അങ്ങോട്ട് വന്നിരുന്നോ? ഇല്ല. എന്താ ഏട്ടത്തി? അച്ഛനും അമ്മയും കാണാനില്ല. കാണാനില്ലെന്നോ? ഇല്ല. വെളുപ്പിന് ചായയായിട്ട് ചെന്നപ്പോ രണ്ടുപേരെയും കാണാനില്ല. ഞങ്ങൾ അന്വേഷിക്കേണ്ടടുത്തൊക്കെ അന്വേഷിച്ചിട്ടും ഒരു വിവരം ഇതുവരെ കിട്ടിയില്ല. അവര് രണ്ടുപേരും എവിടെയാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അവരിത് എവിടെ പോവാനാ? അറിയില്ല. അവിടെ വന്നോന്നറിയാനാ മനോജിനെ വിളിച്ചത്. എടുത്തി,
അവര് വീട് വിട്ട് പോവാൻ തക്കവണ്ണം എന്താ അവിടെ സംഭവിച്ചത്? എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടായോ? മനോജ്, അതൊന്നും വിശദീകരിക്കാനുള്ള സമയമില്ല. എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കാ വേണ്ടത്. എടുത്തി പോലീസിനെ അറിയിച്ചില്ലേ? ജഗൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം പോരാ, നീ കുറുപ്പ് സാറിനെ കൊണ്ട് വിളിച്ച് പറയിക്കണം. എങ്കിലേ അന്വേഷണത്തിന് ഊർജിതം ഉണ്ടാകൂ. വയസ്സുകാലത്ത് അവരെന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ അതിന്റെ പേരുദോഷവും കുറ്റബോധവും ഒരു കാലത്തും വിട്ടു മാറില്ല. അത് ഓർമ്മ വേണം. എടുത്തി ടെൻഷൻ ആവാതെ, അവരെ കണ്ടുപിടിക്കാനുള്ള ഏർപ്പാടെല്ലാം ഞാൻ ചെയ്തോളാം. ഹലോ 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 എടുത്ത് കട്ടാക്കി. ആരാ വിളിച്ച്? ഒളിക്കാനൊന്നും നോക്കണ്ട. ആരാ ഫോണിൽ വിളിച്ചേന്ന്? സുചിത്ര എടുത്തിയാ. അച്ഛനും അമ്മയും മിസ്സിംഗ് ആണ്. അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന കാര്യമാ എടുത്തി പറഞ്ഞത്. അച്ഛനും അമ്മയും മിസ്സിംഗ് ആണെന്നോ? ഓ, സന്തോഷമായി. രണ്ടും എവിടെയെങ്കിലും പോയി ചത്ത് തോലഞ്ഞാ മതിയായിരുന്നു. ഏതായാലും നമ്മുടെ തലേന്ന് ഒരു ഭാരം അങ്ങ് ഒഴിഞ്ഞു. ഹരിതയുടെ തലേന്ന് ഭാരം ഒഴിഞ്ഞെന്നോ? ഹരിത എന്താ അങ്ങനെ പറഞ്ഞു? അപ്പോ എന്റെ അച്ഛനും നിന്റെ ചേട്ടൻ പ്രകാശും തമ്മിൽ നടന്ന വാക്ക് തർക്കമൊന്നും നീ അറിഞ്ഞില്ലേ? ഇല്ല. നിന്റെ അച്ഛന്റെ അമ്മയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ഞാൻ ഏറ്റെടുക്കണമെന്ന് നിന്റെ ചേട്ടൻ വാദിച്ചു. രണ്ടുപേരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല, ചന്ദ്രികാമ്മയുടെ ചുമതല മാത്രമേ ഏറ്റെടുക്കാൻ പറ്റൂ എന്ന് അച്ഛനും വാദിച്ചു. അങ്ങനെ ചന്ദ്രികാമ്മയുടെ ഉത്തരവാദിത്വം എന്റെ തലയിലേക്ക് പഴയതുപോലെ ചാഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോഴാ ഈ രണ്ടുപേരും മിസ്സിംഗ് ആയിരിക്കുന്നത്. ആ കിളവനും കിളവിയും ഇനി ഒരിക്കലും ജീവനോടെ തിരിച്ചു വരാൻ പോകുന്നില്ല. അങ്ങനെ എന്റെ തലയിലാവുമെന്ന് ഭയന്ന് നിന്റെ തള്ള എന്ന ഭാരം അങ്ങ് ഒഴിയുന്നു. നീ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. നിന്റെ ചേട്ടന് സ്വന്തം തള്ളയോടും തന്തയോടും ഒരൽപ്പം പോലും സ്നേഹമോ കടപ്പാടോ ഇല്ല. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു ജന്മം. മൂത്ത മോനായ അയാൾക്കില്ലാത്ത സ്നേഹവും കടപ്പാടും ഒന്നും ഇനി നീയായിട്ട് കാണിക്കാൻ നിക്കണ്ട. ഒളിച്ചോട്ടവും ദുരിതവും ഒക്കെ രണ്ടെണ്ണം സ്വയം അങ്ങ് അനുഭവിച്ചോട്ടെ. നീ പോയി നിന്റെ കാര്യം നോക്ക്. മതി. പ്രകാശനല്ലേ മനോജ്?